നമസ്കാരം. എൻ്റെ വാർത്തയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പക്ഷിമൃഗാദികളും മരങ്ങളും എന്തിന് വായുവും ജലവും ആകാശവുമെല്ലാം ഈ ലോക്ക്ഡൗൺ കാലത്ത് പുനർജീവനം നേടിയെന്ന നേരിട്ടുള്ള കാഴ്ചകൾ നമ്മെ ബോധ്യപ്പെടുത്തും. അത്തരമൊരു നോട്ടത്തിലേക്ക് കടക്കുകയാണ് എൻ്റെ വാർത്തയിൽ ഇന്നാദ്യം. മറ്റെങ്ങുമല്ല, കല്ലായി കടവത്തേക്ക്. കല്ലായിപ്പുഴ എന്നും കോഴിക്കോടിൻ്റെ ജീവനാഡിയാണ്. മാലിന്യങ്ങൾ തള്ളി മനുഷ്യൻ മലിനമാക്കിയ പുഴ ഇന്ന് കണ്ണാടി പോലെ ശുദ്ധമായി ഒഴുകുന്നു. പശ്ചിമഘട്ടത്തിലെ ചേരിക്കുളത്തൂരിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന കോഴിക്കോടിന്റെ ജീവനാഡിയാണ് ഈ കല്ലായിപ്പുഴ. കോഴിക്കോടിന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ഇവൾക്ക്. സംഗീതത്തെ എന്നും ഏറെ പ്രണയിക്കുന്നവരാണ് കോഴിക്കോട്ടുകാർ. അതുകൊണ്ട് തന്നെയാവാം കല്ലായിപ്പുഴയുടെ ഓളങ്ങൾക്കും ആ താളമുണ്ടായിരുന്നു ഒരു കാലത്ത്. പറയാനേറെ കഥകളും. കോഴിക്കോട്ടുകാർ കല്ലായിപ്പുഴയോടടുക്കാൻ കാരണങ്ങൾ ഏറെയാണ്. മരവ്യവസായത്തിലൂടെ ഈ നാടിനെ അങ്ങ് വാനോളം ഉയർത്തിയതിൽ കല്ലായിപ്പുഴയുടെ പങ്ക് ചെറുതൊന്നുമല്ല. മുന്നൂറിലധികം മരമില്ലുകളാണ് ഈ പുഴയോരത്ത് പ്രവർത്തിച്ചിരുന്നത്. പുഴയിലെ ഉപ്പുവെള്ളം മരത്തടികൾക്ക് ഉറപ്പു നൽകുന്നത് തന്നെയാണ് ഈ വ്യവസായം ഇവിടെ വളർന്നു വരാൻ കാരണം. ഇതുതന്നെയാവാം വിദേശികളെയും ഇങ്ങോട്ട് ആകർഷിച്ചത്. കല്ലായിപ്പുഴയുടെ ആഴങ്ങൾ അറിയാത്ത മത്സ്യങ്ങളും കുറവായിരുന്നു. ഇതുതന്നെയാണ് പ്രദേശവാസികളെ കല്ലായിപ്പുഴയിൽ വലവീശാൻ പ്രേരിപ്പിച്ചതും. പതിയെ കല്ലായിപ്പുഴയുടെ ആ പഴയകാല പ്രൗഢി എങ്ങോ മറഞ്ഞു. ജീവിക്കാൻ പഠിപ്പിച്ച ആ പുഴയിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് മാലിന്യം തള്ളപ്പെട്ടത്. ആ മാലിന്യവും വഹിച്ച് തെല്ലുപോലും പരാതികളില്ലാതെ അവൾ ഒഴുകി. കല്ലായിപ്പുഴയോടുള്ള മനുഷ്യന്റെ ക്രൂരതകൾ അവിടെയും അവസാനിച്ചില്ല. പിന്നീട് അങ്ങോട്ട് പുഴ വെട്ടിപ്പിടിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു അവർ. കയ്യേറ്റങ്ങൾ ഏറി വന്നതോടെ ഒരു നാടിനെ ജീവിതത്തിലേക്ക് നയിച്ച ആ പുഴയും ഉൾവലിയാൻ തുടങ്ങി. മുമ്പുണ്ടായിരുന്ന, അതായത് ഒരു 40-45 വർഷം മുമ്പുണ്ടായിരുന്ന പുഴയല്ല ഇപ്പോൾ. അതിനുശേഷം ഒരു 10 വർഷം മുമ്പ് ഇത് പുഴ കംപ്ലീറ്റ് മോശമായിരുന്നു. അഴുക്ക് കൊണ്ട്, അതായത് പിന്നെ അറവ് മാലിന്യം, പിന്നെ കോഴീൻ്റെ പാർട്സുകൾ, ബാക്കി ഇതിൻ്റെ അയൽവക്കത്തിടുന്ന ജനങ്ങളിടുന്നതും എല്ലാം കൂടായിട്ട് പുഴ വളരെ മോശമായിരുന്നു. കാരണം ഞങ്ങളൊക്കെ നീന്തം പഠിച്ചിരുന്നത് ഈ പുഴയിൽ നിന്നിട്ടാണ്. ഇപ്പോൾ ഒരുപാട് മരത്തൊഴിലാളികളൊക്കെ ജോലി ചെയ്തിരുന്ന പുഴ ധാരാളം മത്സ്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 30-40 വെറൈറ്റി മത്സ്യം ഉണ്ടായിരുന്നു ഇതിൽ. ഇപ്പോൾ അതിൽ മാലാൻ, ചെമ്മീൻ, പിന്നെ ഞണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ മീനുകളില്ല. കനോലി കനാലിൽ തീരെയില്ല. പുഴൻ്റെ വേലിയേറ്റ സമയത്ത് മാത്രമാണ് ഈ മത്സ്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരാറുള്ളത്. അടിത്തട്ടിൽ മാലിന്യം കൂമ്പാരം കൂടിയതോടെ പുഴയുടെ ആഴം പതിയെ കുറഞ്ഞു. ഇതോടെ പുഴയിലെ മത്സ്യങ്ങൾ താരതമ്യേന കുറയാൻ തുടങ്ങി. ഒരു കാലത്ത് ഈ പുഴയെ ജീവന് തുല്യം സ്നേഹിച്ചവർ ക്രമേണ അവളിൽ നിന്നും അകലാൻ തുടങ്ങി. 300ഓളം മരമില്ലുകൾ പ്രവർത്തിച്ചിരുന്ന കല്ലായിപ്പുഴയോരത്തെ മരമില്ലുകളുടെ എണ്ണം ഇന്ന് വിരലിൽ എണ്ണാവുന്നത് മാത്രമായി ചുരുങ്ങി. പതിയെ കല്ലായിപ്പുഴയുടെ പ്രൗഢി അസ്തമിക്കുകയായിരുന്നു. കല്ലായിപ്പുഴയുടെ വീണ്ടെടുപ്പിനായി ഒരു സമിതി തന്നെ രൂപപ്പെട്ടു. അവർ പുഴയെ തിരികെ കൊണ്ടുവരാനായി അഹോരാത്രം പ്രയത്നിച്ചെങ്കിലും അതും പലപ്പോഴും ഫലം കാണാതെ പോയി. കല്ലായിപ്പുഴ വീണ്ടും കോഴിക്കോടിന്റെ കണ്ണീർ പുഴയായി ഒഴുകി. ഈ ലോക്ക്ഡൌൺ കാലം കല്ലായിപ്പുഴയിലൂടെ വീണ്ടും തെളിനീരൊഴുകാൻ കാരണമാവുകയാണ്. കനോലി കനാലിലൂടെ മലിനജലം എത്തുന്നത് കുറഞ്ഞതും മാലിന്യം കുമിഞ്ഞുകൂടുന്നത് ഇല്ലാതായതുമെല്ലാം ഇതിനുള്ള പ്രധാന കാരണങ്ങളാണ്.
കോവിഡ് സമയത്ത്, ഈ കൊറോണ പ്രശ്നത്തിൻ്റെ സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്നത് കൊണ്ട് മാലിന്യം കൊണ്ടുവരാൻ ആളില്ല. വീട്ടിൽ നിന്ന് പുറത്തു പോകാത്തത് കൊണ്ട് ഇവിടുത്തെ പരിസരമെല്ലാം വൃത്തിയായിട്ട് നിൽക്കുന്നു. പരിസരത്തെ അശുദ്ധമാക്കുന്ന ഏക ജീവി മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് അവനെ പിടിച്ച് കൂട്ടിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിരിക്കുന്ന മാർഗം. അത് സ്വാഭാവികമായി വന്നു ചേർന്നു. ഒരു രോഗം വന്ന് ഭൂമിയെ ആകെ മൂടിയിരിക്കുന്നു. രോഗം വന്ന് ഭൂമിയെ ആകെ മൂടുക എന്ന് പറഞ്ഞു കാണിച്ചാൽ എല്ലാ മനുഷ്യരെയും ബാധിക്കത്തക്ക രീതിയിൽ വന്നിരിക്കുന്നു. മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഒന്നും ഇപ്പോൾ രോഗം വന്നിട്ടില്ല. അവരൊന്നും ഇവിടെ മലിനമാക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ജലാശയങ്ങളെല്ലാം ഇങ്ങനെ ശുദ്ധമായി നിൽക്കുന്നത്. ഇനി മനുഷ്യൻ പുറമേക്ക് ഇറങ്ങാൻ അവനെ അങ്ങോട്ട് വിട്ടുകയാണെങ്കിൽ ഇതെല്ലാം പഴയ സ്ഥിതിയിലാകും എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് ദുർഗന്ധം വമിക്കാത്ത കല്ലായിപ്പുഴയാണ് കോഴിക്കോടിനെ തഴുകിയൊഴുകുന്നത്. കറുത്തിരുണ്ട വെള്ളത്തിനു പകരം തെളിനീരാണ് ഈ പുഴയിൽ. ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഉണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അറവ് മാലിന്യം ഒരു 5-6 വർഷം മുമ്പേ തന്നെ നിന്നുപോയി. ഒരു 2 വർഷമായിട്ട് കോഴി മാലിന്യം ഇപ്പോൾ ഇല്ല. അത് ഗവൺമെൻറ് അത്ര സ്ട്രിക്റ്റ് ആക്കിയോണ്ടാണ്. കോർപ്പറേഷനും ഗവൺമെൻറ്റും നാട്ടുകാരും ഇറങ്ങി പ്രവർത്തിച്ചിട്ടുകൊണ്ട് അത് നിന്നുപോയത്. പക്ഷേ എന്നാൽ പോലും സ്മെല്ല്, നല്ല ദുർഗന്ധം ഉണ്ടാവുമായിരുന്നു. അത് ഈ കനോലിയിൽ നിന്ന് വരുന്ന വെള്ളമായിരുന്നു ഏറ്റവും കൂടുതൽ. ഇപ്പോൾ അതുമില്ല. സാധാരണഗതിയിൽ ഫെബ്രുവരി മുതലാണ് ഈ സ്മെല്ല് വരാൻ തുടങ്ങുക. വെള്ളം കറുത്ത് കഴിഞ്ഞിട്ട് ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ അത് ഒരു ബ്ലൂ കളറാവും. കറുപ്പും കഴിഞ്ഞിട്ടുള്ള ഒരു കളറാവും. പക്ഷേ ഈ വർഷം അത് ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഒരു ഫെബ്രുവരി ലാസ്റ്റ് ഒരു ഇത്തിരി സ്മെല്ല് വരുന്നതോട് കൂടിയിട്ട് തന്നെ, ലോക്ക്ഡൗൺ വന്നതോട് കൂടിയിട്ട് തന്നെ എല്ലാം നിന്നു. ഇപ്പോഴും പുഴ മുഴുവനായിട്ട് ക്ലീനായെന്ന് ഞാൻ പറയില്ല, ഒരു 75%. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഭാവിയിൽ ഇതൊരു നല്ല സാധാരണ അതായത് ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 40 വർഷം മുമ്പുള്ള പുഴ പോലെ ആയിത്തീരുന്നുള്ളതാണ്. ഇന്ന് കല്ലായിപ്പുഴയ്ക്ക് ചുവടെടുക്കാൻ മാലിന്യത്തിന്റെ ഭാരങ്ങളില്ല. മരണത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന കല്ലായിപ്പുഴയെ നോക്കി നെടുവീർപ്പെട്ടവർക്ക് ഇനി സമാധാനിക്കാം. കാരണം പുഴ തിരികെ വരികയാണ്. കോഴിക്കോടിന്റെ കളഞ്ഞുപോയ ആ പഴയ പ്രൗഢി തിരിച്ചു കൊണ്ടുവരാനായി. ലോക്ക്ഡൌൺ കഴിഞ്ഞ് ജനജീവിതം തിരികെ വരുമ്പോൾ കല്ലായിപ്പുഴ വീണ്ടും മലിനവാഹിനിയാകുമോ എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക. പാടില്ല. കവിത പോലെ, അല്ലെങ്കിൽ ഒരു കഥയായി, ചരിത്രമായി, ഒരു നല്ല ചിത്രമായി ഒഴുകുന്ന കല്ലായിപ്പുഴ കണ്ണുനീര് പോലെ ശുദ്ധമായി ഒഴുകട്ടെ കൽപ്പാന്തകാലത്തോളം. ലോക്ക്ഡൗൺ കാലമായതോടെ കലാപഠനങ്ങളെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ്. നമ്മുടെ ഭാഷയുടെ വേരുകൾക്ക് തനതൂർജം പകരുന്ന അക്ഷരശ്ലോകങ്ങൾ വാട്സാപ്പ് വഴി കുട്ടികളെ അഭ്യസിപ്പിക്കുന്ന കോട്ടയം ജില്ലയിലെ ഒരു ഗുരുനാഥനെ പരിചയപ്പെടാം. ചങ്ങനാശ്ശേരി സ്വദേശി MR മാടപ്പള്ളി. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 250ഓളം ശിഷ്യരാണ് ഇദ്ദേഹത്തിന്റെ സമ്പത്ത്. വിൺമാർഗം സഞ്ചരിക്കും ഖഗകുലമഖിലം വെണ്മ ചേർക്കും പ്രഭാതം. അക്ഷരശ്ലോകം, അക്ഷരങ്ങളെ അമ്മാനമാടുന്ന സാഹിത്യ വിനോദം പുതുതലമുറയ്ക്ക് അക്ഷരശ്ലോക സദസ്സുകൾ അത്ര പരിചിതമല്ല. ഈ പ്രാചീന വിജ്ഞാന വിനോദത്തെ ഇപ്പോഴത്തെ തലമുറയിൽ സജീവമാക്കുകയാണ് കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ ഒരു അധ്യാപകൻ MR മാടപ്പള്ളി. നീ വളർന്നു പടർന്നു ഇമ്പം നാട്ടാരിലെത്തി. ആദ്യം ചൊല്ലുന്ന ശ്ലോകത്തിന്റെ 3ാമത്തെ വരിയിലെ ആദ്യ അക്ഷരം കൊണ്ട് അടുത്തയാൾ ശ്ലോകം ചൊല്ലണം എന്നതാണ് അക്ഷരശ്ലോകത്തിന്റെ പ്രധാന നിബന്ധന. 2 പേർ മുതൽ എത്ര പേർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. വൃത്ത നിബന്ധനയുള്ള സദസ്സുകളും ഏകാക്ഷര സദസ്സുകളുമുണ്ട്. സംസ്കൃത വൃത്തത്തിലുള്ള പൂർണ്ണ അർത്ഥം ഉൾക്കൊള്ളുന്ന മുക്തകങ്ങളാണ് അക്ഷരശ്ലോകത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ശാർദൂല വിക്രീഡിതം, കുസുമമഞ്ജരി, ദ്രുതവിളംബിതം, രഥോദ്ധത എന്നിങ്ങനെ. ഒരാൾ ചൊല്ലുന്ന ശ്ലോകത്തിന്റെ 3ാമത്തെ പാദത്തിലെ ആദ്യത്തെ അക്ഷരം കൊണ്ട് അടുത്ത ആൾ തുടങ്ങുന്നതാണ് ഈ അക്ഷരശ്ലോക സദസ്സിന്റെ രീതി. 2 പേർ മുതൽ എത്ര പേർക്ക് വേണമെങ്കിലും ഈ വിനോദകേളിയിൽ പങ്കെടുക്കാവുന്നതാണ്. ധാരാളം ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കേണ്ടത് ഈ ഒരു കലയുടെ പ്രാവീണ്യം തെളിയിക്കുന്നതിന് അത്യാവശ്യമാണ്. ശ്രദ്ധര, ശാർദൂല വിക്രീഡിതം, മന്ദാക്രാന്ത, മാലിനി,
ഭുജഗപ്രയാതം, തോടകം, വസന്തതിലകം ഇങ്ങനെ പോകുന്ന സംസ്കൃത വൃത്തത്തിൽ രചിച്ചിട്ടുള്ള പൂർണ്ണ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒറ്റ ശ്ലോകങ്ങൾ അഥവാ മുക്തകങ്ങളാണ് അക്ഷരശ്ലോകത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഓൺലൈനിലൂടെ അക്ഷരശ്ലോക പഠന ക്ലാസ് നടത്തിയാണ് MR മാടപ്പള്ളി എന്ന അധ്യാപകൻ ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത്. ലോക്ക്ഡൌണിലും പഠനകളരി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ആലോചനയുടെ ഭാഗമായാണ് വാട്സാപ്പിലൂടെ ക്ലാസ് ആരംഭിച്ചത്. ഇതിനായി വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളും തിരഞ്ഞെടുത്തു. ഈ ലോക്ക്ഡൗൺ ആയതിനു ശേഷം ഇങ്ങനെ ഒത്തുചേർന്ന് പഠനക്കളരി നടത്തുന്നതിനും സദസ്സ് നടത്തുന്നതിനും സാധിക്കാതെ വന്ന അവസരത്തിൽ കുട്ടികൾ പലരും സംശയങ്ങൾ ചോദിച്ചു തുടങ്ങി. വാട്സപ്പിൽ കൂടിയും ഫോൺ വിളിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഓൺലൈനിൽ കൂടി ഒരു അക്ഷരശ്ലോക പഠനക്കളരി നടത്തിയാൽ എന്താണെന്നുള്ളൊരു ചിന്തയുണ്ടായി. 2004 ആരംഭിച്ച അക്ഷരശ്രീ ശ്ലോകരംഗത്തിന്റെ കീഴിൽ മുതിർന്നവരും കുട്ടികളുമായി 250 പരം പേർ പരിശീലനം നേടിക്കഴിഞ്ഞു. 122 പേർ ഇപ്പോൾ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. 6 വയസ്സുള്ള സരിക എസ് ലാൽ മുതൽ 76 വയസ്സുള്ള ആര്യാദേവി അന്തർജനം വരെ ഈ പഠനകളരിയിൽ പരിശീലനം നേടിവരുന്നുണ്ട്. നാദത്താലുലകം ചമച്ച് നിതരം പാലിച്ച് കൽപ്പാന്ത നിർഭേദത്താലുപസംഹരിച്ചതിലെഴും ബീജാക്ഷരത്തെ ക്രമാൽ. കോട്ടയം അക്ഷരശ്രീ ശ്ലോകരംഗം, കറുകച്ചാൽ അക്ഷര കലാക്ഷേത്രം, കവിയൂർ ശിവരാമയ്യർ ശ്ലോകസമിതി, ഈര അക്ഷരശ്രീ ശ്ലോകരംഗം എന്നീ സമിതികളുടെ പരിശീലകനും രക്ഷാധികാരിയുമാണ് നിലവിൽ MR. ആലപ്പുഴ നീലംപേരൂർ NSS ഹൈസ്കൂൾ, കാഞ്ഞിരപ്പള്ളി എലിക്കുളം MGM ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി എല്ലാ ആഴ്ചയിലും അക്ഷരശ്ലോക പഠനകളരി നടത്തുന്നുമുണ്ട്. കേരളത്തിലെ 100-ൽ പരം അക്ഷരശ്ലോക പ്രേമികളെ ഉൾപ്പെടുത്തി അക്ഷരശ്രീ ശ്ലോകരംഗം എന്ന വാട്സപ്പ് ഗ്രൂപ്പും ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. നിശീധിനി നിന്നഴകാർന്നിടതൂർന്ന മുടിച്ചുരുളിൽ തെളിയും തേലിയലും കനകത്തരി പോലുടുരാശികൾ തീർത്ത സുമാവലികൾ ആതിരചന്ദ്ര നിലാവൊളി തൂകിയ പുഞ്ചിരി തഞ്ചിന നിൻവദനം ശോകമുഴറ്റിയ കോകമനസ്സൊടു രാവിലെനിക്കൊരു താപമതായി. അക്ഷരശ്ലോക പഠനത്തിന്റെ ഗുണങ്ങൾ ഇദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെ. ഒന്നാമതായി ഓർമ്മശക്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. മലയാള ഭാഷയെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഉച്ചാരണശുദ്ധി, അക്ഷരസ്ഫുടത എന്നിവയോടുകൂടി മലയാള ഭാഷയുടെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനകരമായ രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന ഒരു കലയാണ് അക്ഷരശ്ലോകം. ഇതിനെല്ലാം ഉപരിയായി ഒരു സംസ്കാരം കൂടി പഠിക്കുന്നു. സംസ്കാരം പഠിക്കുക എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ശ്ലോകം പെറ്റമ്മയോട് വിനയത്തോടുകൂടി വേണം കറ്റക്കിടാങ്ങൾ പെരുമാറുവതിന്നു നിത്യം. പെറ്റമ്മ തൻ്റെ മനസ്സിനൊരു തെല്ലു ദണ്ണം പറ്റുന്ന വാക്കു പറയാകിലതാണു പുണ്യം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പഠിക്കുന്ന ഒരാൾ അയാളുടെ അമ്മയോട്, മാതാവിനോട് ഏത് വിധത്തിലായിരിക്കും പെരുമാറുക എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായിരുന്ന എന്നാൽ ഇന്ന് അന്യം നിന്നു പോകുന്ന ഇത്തരം കലകളുടെ ഉയർത്തെഴുന്നേൽപ്പ് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. വായ്മൊഴിയായും വരമൊഴിയായും സ്വായത്തമാക്കുന്ന അക്ഷരശ്ലോകത്തിന് ലോക്ക്ഡൌൺ വേള ഒരു വസന്തകാലം തന്നെയാണ് സമ്മാനിച്ചതെന്ന് MR മാടപ്പള്ളി ചൊല്ലി പഠിപ്പിക്കുന്നു. ഓരോ 3-ാം വരിയിലെയും ആദ്യ അക്ഷരത്തിലൂടെ. ജോലി തിരക്കും സമയമില്ലായ്മയും ഒന്നിനും തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സജീവ് നായർ. സമയം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതാണ് വിജയങ്ങളിലേക്കുള്ള വഴിയെന്ന വലിയ പാഠമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. നിനച്ചിരിക്കാതെ എത്തിയ ലോക്ക്ഡൗൺ കാലത്തെ സ്വകാര്യ ഇഷ്ടങ്ങളായ കൃഷിയും നൃത്തത്തിനുമൊക്കെയായി മാറ്റിവെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടർ സജീവ് നായർ. പതിവ് പോലെ വിദേശയാത്ര കഴിഞ്ഞ് നാട്ടിലെത്തി മുംബൈക്ക് മടങ്ങാനായാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സീനിയർ വൈസ് പ്രസിഡന്റായ ഡോക്ടർ സജീവ് കുമാർ നായരും ഭാര്യയും മാർച്ച് മാസം 2-ാം വാരം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയത്.
എന്നാൽ രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ശരിക്കും വീട്ടിൽ ലോക്കായി. പക്ഷേ വെറുതെ ഇരിക്കാൻ സജീവ് നായർക്കായില്ല. സമയം കൃത്യമായി ഉപയോഗിച്ചു. കൃഷിയിൽ ശ്രദ്ധ പതിപ്പിച്ചു. ഒപ്പം നൃത്തത്തിലും. ഡോക്ടർ ഗുരു ഗോപിനാഥിന്റെ ശിഷ്യൻ കൂടിയായ അദ്ദേഹം കാവാലം ശ്രീകുമാർ പാടിയ കൊറോണ ഗാനത്തിന് നൃത്താവിഷ്കാരം നൽകി. ചെറുത്തു നിന്നിടും കൊറോണ എന്ന ഭീകരന്റെ കഥ കഴിച്ചിടും. തകർന്നിടില്ല നാം, കൈകൾ ചേർത്തിടും. നാട്ടിൽ നിന്നും ഈ വിപത്തകന്നിടും വരെ. തകർന്നിടില്ല നാം, കൈകൾ ചേർത്തിടും. നാട്ടിൽ നിന്നും ഈ വിപത്തകന്നിടും വരെ. കൈകൾ നാം ഇടയ്ക്കിടയ്ക്ക് സോപ്പ് കൊണ്ടു കഴുകണം. തുമ്മിടുന്ന നേരവും ചുമച്ചിടുന്ന നേരവും കൈകളാലോ തുണികളാലോ മുഖം മറച്ചു ചെയ്യണം. നൃത്തം, നാടകം, അതുപോലെ തന്നെ ലോകധർമ്മിയും നാട്യധർമ്മിയും ചേർത്തിട്ടുള്ള മറ്റുള്ള ഏത് ദൃശ്യ കലാരൂപത്തോട് എനിക്ക് വളരെ താല്പര്യമാണ്. സുന്ദര കലകളോട് വളരെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ പലതും ഡയറക്റ്റ് ചെയ്യാനും കോറിയോഗ്രാഫി ചെയ്യാനും ലൈറ്റിങ്സ് ആൻഡ് ആസ് വെൽ ആസ് അതിലുള്ള സ്റ്റേജ് മൂവ്മെൻറ്റ്സിനോടൊക്കെ കൂടുതൽ അഫിനിറ്റി എനിക്കുണ്ട്. കൂടുതൽ അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പഠിച്ചിട്ടുണ്ട്, കുറേ പഠിച്ചു. അതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയും എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഐ മീൻ ഇറ്റ്സ് മൈ പാഷൻ ആൾസോ. നമ്മളുടെ മണ്ണിവിടെയാണല്ലോ. അപ്പോഴെന്തായാലും അതിൻ്റെതായിട്ടുള്ള ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ അവർ ചെയ്തിരിക്കുന്നത് കാണുന്നുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ഞാനത്. മുംബൈയിലെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നൃത്തത്തിനും നാടകത്തിനുമൊക്കെ ഏറെ പ്രാധാന്യം നൽകുന്ന സജീവ് നായർ രാജ്യത്തെ വിവിധ വേദികളിൽ തന്റെ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. രാമനായും ഹനുമാനായും ഒക്കെയുള്ള വേദിയിലെ പ്രകടനങ്ങളിലൂടെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. രാമായണത്തിലുള്ള ഒരു പീസസ്, രാമായണം, സീതാപഹരണം, അനഗുലിയ ചൂടാമണി. അതായത് അതിൽ 3 ക്യാരക്ടേഴ്സാണ്. രാവണ സന്യാസിയായിട്ടും അതുപോലെ തന്നെ അത് മാറിയിട്ട് രാവണനായിട്ടും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹനുമാനായിട്ടും. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇത് 3. അത് 3 എനിക്ക് ചെയ്യാൻ പറ്റി. വളരെ വെൽ അപ്രീഷിയേറ്റഡ് ബൈ ദി മീഡിയാസ് ആസ് വെൽ, ലോക്കൽ ന്യൂസ് ലെറ്ററിലും അതുപോലെ തന്നെ ശരിക്കും അത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ വേറെ ഒന്നും എനിക്ക് ഈ പുരാണത്തിൽ നിന്ന് മാറിയിട്ട് ആണ് ഞാൻ ഹണ്ടർ എന്നൊരു സാധനം ചെയ്തത്. അത് നോൺ വെർബൽ ഇതാണ്. വാഗ്ദേവത ആൾ ഇന്ത്യ ഡ്രാമ ഫെസ്റ്റിവൽ പൂനെയിൽ നടന്നതിന് അങ്ങനെ ചെയ്തു. എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നു ആൾ ഇന്ത്യ ലെവലിലാവുമ്പോൾ. കല്യാണി നല്ലാരിൽ മണി മൗലേ കല്യാണി സാദരാക്ഷി വല്ലാതെ വനത്തിൽ നേ വാഴുന്നതേ. സമയം കൃത്യമായി ക്രമീകരിച്ചാൽ ജോലിയും സ്വകാര്യ ഇഷ്ടങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകാനാകുമെന്ന് സജീവ് നായർ പറയുന്നു. ഒരു ഇൻ്റർപേഴ്സണൽ സ്കിൽസിൽ തന്നെ ഉള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ടൈം മാനേജ്മെൻറ്റ്. തന്നെ ടൈം മാനേജ് ചെയ്തില്ല എങ്കിൽ, ടൈം മാനേജ് ചെയ്യാൻ അറിയില്ല എങ്കിൽ, ഹി ഓർ ഷീ മേ നോട്ട് ബി എ ഗുഡ് ലീഡർ ഇൻ എനി ഓർഗനൈസേഷൻ. സോ ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഓർഗനൈസ് യുവർ ടൈം ആൻഡ് പ്ലസ്
ഓരോന്ന് നമുക്ക് തന്നെ ചിന്തിക്കുന്ന പോലെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള വലിയ വ്യവസായ ശൃംഖലയുടെ തലപ്പത്ത് പ്രവർത്തിച്ചിട്ടും കടന്നുപോകുന്ന ഓരോ നിമിഷവും പാഴാക്കാൻ തയ്യാറല്ലെന്ന് തന്റെ പ്രവൃത്തിയിലൂടെ കാട്ടിത്തരുകയാണ് ഇദ്ദേഹം. കോവിഡ് കാലത്ത് ഫോണിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചെലവഴിച്ച് സമയം കളയുന്ന യുവതലമുറയ്ക്ക് മാതൃകയും പ്രചോദനവുമാണ് ഡോക്ടർ സജീവ് നായർ എന്ന വ്യക്തിത്വം. കൊല്ലമരിപ്പയിൽ ഭൂസമരം നടത്തുന്ന പാവങ്ങളുടെ കുടിലുകളിലേക്ക് സന്മനസ്സുള്ള നിരവധി ആളുകളാണ് ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്നത്. എൻ്റെ വാർത്തയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഇടുക്കി അടിമാലി ഡ്രീം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന നിർമ്മാണ കമ്പനിക്ക് പിന്നാലെ മറ്റൊരു സംഘടന 75,000 രൂപയുടെ ഭക്ഷ്യധാന്യങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചത്. KSCB ലിമിറ്റഡിലെ ജീവനക്കാരുടെ സംഘടനയായ SC&ST എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷൻ അരിപ്പയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുകയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരളി തോന്നയ്ക്കൽ, സാമൂഹ്യ പ്രവർത്തക ധന്യാരാമൻ എന്നിവർ നേതൃത്വം നൽകി. ഇത്തരം ജനകീയ വാർത്തകൾ പൊതുസമൂഹം ഏറ്റെടുക്കുന്നതിൻ്റെ ചാരിതാർത്ഥ്യം പങ്കുവച്ച് എൻ്റെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർത്തിയാക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വിലാസം ദി പ്രൊഡ്യൂസർ, എൻ്റെ വാർത്ത, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. മൊബൈൽ 9847939925. ഇമെയിൽ info@amritatv.com. പുത്തൻ വിശേഷങ്ങളും ജനകീയ പ്രശ്നങ്ങളും അടങ്ങുന്ന റിപ്പോർട്ടുകളുമായി എൻ്റെ വാർത്തയുടെ പുത്തൻ എപ്പിസോഡ് കാണാം. മറക്കാതെ കാണുക. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30. ഏവർക്കും നന്ദി, നമസ്കാരം.